എന്തേ ഇത്ര ഇളിക്കാൻ? അല്ല, സംഭവാമി യുഗേ യുഗേ എന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പൊ കണ്ട്. എന്റെ അമ്മാവന് ഇത് തന്നെയായിരുന്നു പണി. എന്ത് സംഭവാമി യുഗേ യുഗേ? അല്ലല്ല, പലിശ കൊടുക്കല്. എന്നിട്ടിപ്പൊ എന്തായി? ഹാർട്ട് അറ്റാക്ക് വന്നല്ലേ മരിച്ചത്? ഇവിടത്തെ ഹാർട്ട് അറ്റാക്ക് ഒക്കെ നല്ലതല്ലേ, ഒന്നും അറിയാതെ മരിക്കാൻ. അങ്ങനത്തെ അറ്റാക്ക് അല്ല, ഹാർട്ടിന്റെ മോളിൽ കൂടി ലോറിയുടെ ടയർ കയറി അറ്റാക്ക് ആയിട്ടല്ലേ മരിച്ചത്. പാടോ മതി കയറ്റിയത്. കയറ്റല്ല, കളക്ട് ചെയ്യാ പലിശ. ഞാൻ ആ കിണറിന്റെ മുകളിലുണ്ടാവും. ഞാൻ വിളിച്ചതേ അത് മനസ്സിലായി. അതന്നെ, നാളെ സെരീന ആർട്ടിന്റെ ഡോക്ടറെ കാണിക്കേണ്ട ദിവസം തൃശ്ശൂര് പോണം. ഇങ്ങളിതെന്ത് മാർപ്പാപ്പയാന്ന്? ഒരു കല്യാണക്കാരി ഒത്തു വരുമ്പോ അവരോട് ഹാർട്ടിന് സുഖമില്ല എന്ന് കുട്ടിപ്പാടി നടക്കുക. എന്തേ? കുന്തം മങ്കരയിന്ന് വന്ന കൂട്ടർ ഒഴിഞ്ഞു, ഒത്തു നടന്നു എന്ന് വിചാരിച്ചതാ. അത്രയ്ക്ക് മെനക്കെട്ടതാ ഞാൻ. കൊറേയൊക്കെ നമ്മൾ മറച്ചു വെക്കണം. കല്യാണക്കാരികൾ അങ്ങനെ നടക്കൂ. അങ്ങനൊരു കല്യാണം എന്റെ പെങ്ങളുകുട്ടിക്ക് നടക്കണ്ട. മുൻകൂട്ടി പറയാതെ കല്യാണം കഴിഞ്ഞ് ഒരു പുരയിൽ ചെന്ന് കയറി കുറെ കാലം കഴിഞ്ഞിട്ട് ഞമ്മള് പറ്റിച്ചാണെന്ന് പറഞ്ഞ് ഓല് തിരിച്ചിങ്ങോട്ട് കൊണ്ടുവന്ന് ആക്കിയാലോ? ആലോനയിലെ മുടങ്ങിപ്പോണ ഒരു കല്യാണത്തിന്റെ വേദനയല്ലോ ആ വേദന. നടക്കും. ഓക്കൊരാളെ കാണിച്ചു തരാണ്ടിരിക്കൂല പഠിച്ചു. എത്ര റുപ്യ വേണ്ടി വരും? അറിയാലോ ഞമ്മളെ ആശുപത്രി ചികിത്സയൊക്കെ. എഴുതിയ മരുന്ന് പറഞ്ഞ ടെസ്റ്റ്. അരിയും തുണിയും വാങ്ങണോടത്തും പുര വെക്കണോടത്തും ഒക്കെ ഞമ്മളെ ലാവത് പോലെ ചെയ്താൽ മതി. ആരോഗ്യത്തിന്റെ കാര്യം ആരാന്റെ കയ്യിലല്ലേ? അത് യാതൊരു കരുണയില്ലാത്ത കച്ചവടക്കാരുടെ കയ്യിൽ. ഒരു 5000 ഉറുപ്പ്യെങ്കിലും ഇല്ലാണ്ട് അങ്ങോട്ട് കയറി ചെല്ലാനുള്ള ധൈര്യമില്ല. വെറുതെ ആണോ? എന്ത് അസുഖം വന്നാലും ഞാൻ ഈ ദശമൂലാരിഷ്ടം മാത്രം കുടിക്കുന്നത്. ഇപ്പൊ കഴിച്ച ദശമൂലാരിഷ്ട ശ്രീനെ എന്താ കുഞ്ഞാക്ക? ഒന്നിടന്നേ, ഞാനേ നാളെ ഒരു വൈക്ക് പോവാ. ഈ ഒന്ന് കരുത്. പണില്ലാണ്ട് നിൽക്കുക കുഞ്ഞാക്ക. പടച്ചോൻ നല്ലത് വരുത്തും കുഞ്ഞാ. പടച്ചോയ്ക്ക് മാത്രല്ലടോ, എല്ലാവർക്കും നല്ലത് വരുത്തും. എല്ലാരെയും പടച്ചോനല്ലേ പടച്ചോൻ. ഉമ്മ, നിങ്ങളുടെ പുന്നാര വനിത വായന കുറച്ച് നേരത്തേക്ക് നിർത്തി. ഉമ്മക്കറിയോ ഇതിപ്പോ എന്താ കാര്യം? ഉപ്പാന്റെ ഭൂമി കച്ചവടത്തിന് കണ്ണി കണ്ടവരുടെ കാശ് കടം വാങ്ങി അഡ്വാൻസ് കൊടുക്കൽ കുഞ്ഞാക്കാന്റെ ജോലി. എന്നിട്ടോ കച്ചവടത്തിന്റെ ലാഭം ഉപ്പാന്റെ പോക്കറ്റിലും. ഒരു 1100 ഉറുപ്പ്യായിട്ട് ഇറങ്ങിക്കോളും. കുറെ കാലായിട്ട് 1100 ഉറുപ്പ്യായിട്ട് ഞാൻ ഇനി ഇറങ്ങും. അനക്ക് അത്രയ്ക്കേ മനസ്സിലാവൂ. ചിലക്കാനല്ലാതെ ബുദ്ധിയൊന്നുമില്ലല്ലോ. ലാഭനഷ്ടല്ല കാര്യം. സുൽത്താൻ വീട്ടില് മൂസക്കാന്റെ മൂത്ത മരുമോൻ അങ്ങാടിയില് മാനം കെട്ട അതിന്റെ മാനക്കേട് ആർക്കാ? സുൽത്താൻ വീടിന് ആണല്ലോ. അത് പുയ്യാപ്പിള പറഞ്ഞ നേര്. ഈ പുയ്യാപ്പിള എന്നും നേരെ പറഞ്ഞിട്ടുള്ളൂ. കേൾക്കണവർക്ക് ഒന്ന് വളഞ്ഞു തോന്നും. അതെന്റെ ഈ ഇല്ലാത്ത കോങ്കണ്ണ് ഉണ്ടെന്ന് തോന്നണ പോലെയാ. ഇവൻ ഈ കുഞ്ഞാക്കാന്ന് പറഞ്ഞ് പാടി പോഴ്ത്തി നടക്കുന്ന സക്കീർ ഹുസൈൻ അമ്മായിന്റെ മോനാണ്. ഞാൻ കുറ്റം പറയല്ല. നമ്മളൊട്ട് അതിന് സമ്മതിക്കില്ല. അതാണ്. അതിന് നമ്മൾ ആരെ സമ്മതിക്കാനും പാടില്ല. എന്നാലും അവനൊന്നും മനസ്സ് വെച്ചിരുന്നെങ്കിൽ ഒരു 1.5 ലക്ഷം ഉറുപ്പ്യ ഒരു കളിയില്ലാതെ എന്റെ കയ്യിൽ വരുമായിരുന്നു. പോട്ടെ, കാശ് ഇന്ന് വരും, നാളെയും വരും. മാനം പോയത് പോയാ. കുഞ്ഞാക്ക, എന്താ ഇവിടെ ഒരു സമ്മേളനം? എന്താ കുഞ്ഞാക്ക, നിങ്ങൾക്ക് 100 ആയുസാണ്. നിങ്ങളെ പറ്റി 1001 കുറ്റം പറഞ്ഞിട്ട് തൊള്ളേന്റെ ഷട്ടർ ദിപ്പിട്ടിട്ടുള്ളൂ. ആയുസിന്റെ എല്ലാവർക്കും നല്ലത്. അതെ, അളിയന്നെ എഴുതും അത്ര. നല്ലോണം പഠിച്ചിട്ട് 1001 തവണ ഈ കുഞ്ഞാക്കാലിന് ഊതിക്കൊള്ളി. പാമ്പിന്റെ മാതിരി കുഞ്ഞോ, എന്റെ സുറുമേന്റെ കാര്യം മറന്നു. അത് ഞാൻ മറക്കുവോ? എന്റെ ഉപ്പ 14-ാം രാവത്തെ നിലാവ് പോലെ കൊണ്ടുനടന്ന ഈ മോത്തിന്റെ മുഞ്ചി കളയാൻ ഞാൻ സമ്മതിക്കോ? നിങ്ങൾക്ക് അറിയോ കുഞ്ഞാക്ക, എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറയും വല്യമ്മനെ കണ്ട കുഞ്ഞാക്കാന്റെ ഉമ്മല്ല മൂത്തൊരു ഇത്താത്തന്നേ തോന്നുള്ളൂ. മനസ്സില് സന്തോഷവും സംഗീതം ഉണ്ടെങ്കിൽ മനുഷ്യന്മാർക്ക് വയസ്സാവൂലെന്ന്. മരിക്കോളെ എങ്ങനെയായിരുന്നു മുഹമ്മദ് റാഫി? ചെറുപ്പായിരുന്നു. മനസ്സില് സംഗീതം ഉണ്ടായിരുന്ന ആള് തന്നെയല്ലേ മാലപ്പറമ്പിലെ മൊയ്തീൻ കുട്ടി. 32-ാം വയസ്സിൽ വെടി തീർന്നില്ലേ? തള്ള വയസ്സാം കാലത്ത് ഓരോരോ കണ്ടുപിടുത്തങ്ങളായിട്ട് ഇറങ്ങിയേക്ക. നിങ്ങക്ക് രണ്ടാക്കുള്ള ഗൈഡ് ഇനിയിപ്പോ അതിന്റെ പേരിൽ പരിപ്പ് താറാറുണ്ട്. ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞാക്ക മറക്കൂലെന്ന്. കുഞ്ഞാക്ക സുലൈമാനി ആയിക്കോട്ടെ. പോയി കുളിക്കാൻ നോക്കി. എന്താ മൂത്തൊരു വാട്ടം? ഒന്നുമില്ല. എന്റെ മോളെ മനസ്സിലാക്കി വരുന്നവര് വന്നാ മതി. അങ്ങനെ ഒരാള് വരും. അതിനല്ലേ കുഞ്ഞാക്ക കാത്തിരിക്കുന്നത്? ഇല്ലമ്മ, പിന്നല്ലാതെ. ചെന്ന് കുളിക്കാൻ നോക്കുഞ്ഞാക്ക. അല്ലടോ, ഇന്ന് മേഫിലില്ലേ? പിന്നില്ലാതെ. നീ നമ്മള് പെരുക്കാൻ പോവല്ലേ? സൈനബ, അതെ കഴിഞ്ഞില്ലേ മുട്ട്. നേരത്തിനകത്തേക്ക് എന്തെങ്കിലും ചെന്നില്ലെങ്കിലേ ഗ്യാസ്. സൈനബ വന്ന് വിളമ്പാൻ നോക്ക്. എനിക്ക് കുറച്ചുകൂടി കാലം ജീവിക്കണം. വാ, ഒരു യേശുദാസും ജയചന്ദ്രനും. ഇത്രയും അരസികനായ ഒരു തന്ത. വിവരം കുറവാണെങ്കിലും ഇക്കാര്യത്തിൽ എന്റെ ഉപ്പാനെ കുറ്റം പറയാൻ പറ്റൂല. ഇതോ കുഞ്ഞോ, അന്റെ പെറ്റുമ്മ ആയതോടെ ഇതുവരെ ഞാൻ സഹിച്ച്. ഈ കാണുന്നുണ്ടാവൂല, എന്നാലോ ഞാൻ കാണുന്നുണ്ടേ ഈ ഹാർമോണി പെട്ടിയുടെ ഗതികേട്.
പ്രാണസഖി എന്ന് കേട്ടിട്ട് ഈ കട്ടകൾ വരെ അന്തം വിട്ട് മേപ്പിട്ട് നോക്കുക. എത്ര കാലായി പ്രാണസഖി എന്ന് തുടങ്ങിയിട്ട്. ഈ ചുറ്റുവട്ടത്തുള്ള ഒരു പൊറുതിയേട് കൊണ്ട് പോലീസിൽ പരാതി കൊടുക്കാത്തതേ മരിച്ചുപോയ എന്റെ ഒപ്പം ഒറ്റൊരാളെ വിചാരിച്ചിട്ട് മാത്രം. പുതിയത് ഏതെങ്കിലും മാറ്റി പിടിച്ചോ, അത് അനക്കും നല്ലത്, കേക്കണോൽക്കും നല്ലത്. ഇമ്മ പറഞ്ഞ ശരിയല്ലേ? ഞമ്മക്കൊന്ന് മാറ്റി പിടിക്കാം. ഓക്കെ ഇന്ന് തകർക്കാൻ പോവാ. പ്രാണസഖി ഞാൻ വേറുമൊരു പാമരനാം നാട്ടുകാരൻ. ഒരു രോഗിയാണെന്നുള്ള തോന്നൽ സെലീനയ്ക്കും പാടില്ല, വീട്ടിലുള്ളവർക്കും. സാധാരണ റൊമാറ്റിക് ആർത്രൈറ്റിസ് ബാധിച്ച കുട്ടികളുടെ ചികിത്സാ കാര്യത്തിൽ സംഭവിക്കാറുള്ളത് ഇടയ്ക്ക് വെച്ച് മുടങ്ങും, അല്ലെങ്കിൽ വല്ലപ്പോഴും തോന്നിയ പോലെ. അങ്ങനെയൊക്കെ വരുന്നതുകൊണ്ടാണ് അപകടങ്ങൾ സംഭവിക്കുന്നത്. സെലീനയുടെ ചികിത്സാ കാര്യത്തിൽ നിങ്ങളെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു മിസ്റ്റർ സക്കീർ ഹുസൈൻ. 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വന്ന ഒരു പനി, ഒരു സന്ധിവേന, 2-3 ദിവസം കൊണ്ട് ഭേദാവെന്ന് വിചാരിച്ചു. ഒരു നിസ്സാര കുണക്കട്. കാലം മുഴുവൻ എന്റെ മോൾ അനുഭവിച്ചു കൂട്ടിയത്. ഇനി വിവാഹവും കാര്യമൊക്കെ ആവാം. 35 വയസ്സുവരെ ഇഞ്ചക്ഷൻ മുടങ്ങരുതെന്ന് മാത്രം. നിങ്ങളോട് നന്ദി പറയണത് എങ്ങനെയാണെന്ന് അറിയില്ല. ദൈവത്തോട് പറയാ. இந்த வாரம் എന്തായാലും ഞാൻ കോയമ്പത്തൂർക്ക് വരും. അത് ശരിയാ, ഞാനെന്തിനാ തമിഴ് പറഞ്ഞ് ബുദ്ധിമുട്ടണല്ലേ? വരൂന്ന് പറഞ്ഞ് ഞാൻ വന്നിരിക്കും. ഞാൻ പിന്നെ വിളിക്കാം. കുഞ്ഞാക്ക ഇങ്ങോട്ട് വന്നോ? ഇല്ലെന്തേ? വണ്ടി പോലീസ് സ്റ്റേഷനിൽ പിടിച്ചിട്ടിരിക്കുക. സ്റ്റേഷനിൽ പിടിച്ചിട്ട് കുഞ്ഞാക്ക ഓട്ടം വിടണ്ട. കുഞ്ഞാക്ക ഈ ഇന്ന് വണ്ടി പോയില്ലേ? വണ്ടി പോയി. വണ്ടി പോയോ? എന്താണ്ടത്? വണ്ടി പോലീസ് പിടിച്ചോണ്ട് പോയിന്ന്. റോട്ടിങ് അശോകൻ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയി നമുക്കെതിരെ കേസ് ഉണ്ടാക്കിയിരിക്കുക. പട്ടാപ്പകൽ ഗുണ്ടായിസം, നടു റോഡിൽ അടിപിടി, വധശ്രമം. നിങ്ങൾ ഈ ബസ് ജീവനക്കാരെന്ന് പറഞ്ഞാൽ എന്താ ഭീകരന്മാരാ? ചെക്കിംഗ് ഇൻസ്പെക്ടർ അശോകനെ നടു റോഡിലിട്ട് കൊല്ലാൻ ശ്രമിച്ചു. താൻ വധശ്രമത്തിന് അവർ കേസ് കൊടുത്തിരിക്കുന്നത്. എന്താ തനിക്കൊന്നും പറയാനില്ലേ? എന്തുകോ കാര്യങ്ങളൊക്കെ ബാലകൃഷ്ണൻ സാർ പറഞ്ഞു കഴിഞ്ഞില്ലേ? ഇനിയിപ്പോ ഞാൻ എന്ത് പറയാനാ? സംശയമുള്ളവർക്കെല്ലാം തീർത്തു കൊടുക്കേണ്ട കാര്യമുള്ളൂ. അപ്പൊ താൻ അയാളെ കൊല്ലാൻ ശ്രമിച്ചു പോലീസ് സ്റ്റേഷനിൽ മൊഴി തരാണോ? അങ്ങനെ ഞാനൊന്നും മൊഴിഞ്ഞു തരാൻ വേണ്ടിട്ടല്ലേ നിങ്ങൾ ഈ 4-ാം തരം കള്ളക്കേസ് ഉണ്ടാക്കിയിരിക്കുന്നത്? സക്കീറേ, എന്റെ സാറേ, ആരും എന്തൊക്കെയോ നിങ്ങൾ എഴുതി പഠിപ്പിച്ച് അത് നിങ്ങൾ എന്നെ വായിച്ച് കേൾപ്പിച്ചു. രാവന്തിയോളം റോട്ടുമിക്കണം നെട്ടോട്ട് ഓടിയാലും പായാരം തീരാത്തോറാ ഞങ്ങൾ ഈ വണ്ടിപ്പണിക്കാരെ. എന്റെ ഒരു ട്രിപ്പ് അപ്പൊ നിങ്ങൾ കൊളാക്കിക്കണം. അശോകൻ ചത്തിട്ടൊന്നുമില്ലല്ലോ, ആശുപത്രിയിലല്ലേ? അതും ഇല്ലാത്ത പരിക്കുണ്ടാക്കി, ഇല്ലാത്ത കേസുണ്ടാക്കി എന്നെ കുരുക്കാൻ. ആയിക്കോട്ടെ, നിങ്ങളെല്ലാരും കൂടെ എന്നെ അങ്ങോട്ട് ഉണ്ടാക്കി ഞാൻ നിന്ന് തരാം. ഏത് ജയിലിലാ പോയി കിടക്കണമെന്ന് പറഞ്ഞാൽ മതി, കിടന്നോളാം. പക്ഷേ എന്റെ വണ്ടി പിടിച്ച് സ്റ്റേഷനിൽ ഇടരുത്, ട്രിപ്പ് മുടക്കരുത്. ഞാൻ മാത്രല്ല, വേറെയും കുറെ പാവപ്പെട്ട മനുഷ്യന്മാരെ കഞ്ഞിയാറ്. ഓന് കൊടുക്കേണ്ടതേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. ഓനെ പോലത്തെ മൃഗങ്ങൾ ചവിട്ടി റോട്ടുമിലിട്ട പല മക്കളും ആശുപത്രിയിലും ഐസിയിലും കിടക്കണ്ട്, ഇപ്പോഴും കിടക്കണ്ട്. കുറെ എണ്ണത്തിന് ജീവനും പോയിട്ടുണ്ട്. നഞ്ചെന്തിനാ സാർ നാനായി? മൊത്തം വണ്ടിപ്പണിക്കാരെ നാട്ടുകാരെ ശത്രുക്കളാക്കാൻ ഓനെ പോലത്തെ 4 നായ്ക്കൾ പോരെ? അതുകൊണ്ട് മുൻകൂറായിട്ട് പറയുന്നു, അമ്മാതിരി പോക്കിർത്തരം കാണിച്ച ഓനെന്നല്ല ആര് കാണിച്ചാലും ആട്ടി ഉറപ്പാ. അപ്പൊ നീ നിയമം കയ്യിലെടുത്ത് ഇറങ്ങും. നിങ്ങളെ പോലുള്ളവർക്ക് എടുത്താ പൊന്തിയില്ലെങ്കിൽ ഇന്നെ പോലുള്ളവർ എടുക്കും. എന്നാ പിന്നെ വണ്ടി ഞാൻ വിട്ടുതരില്ല. വണ്ടി നിങ്ങൾ വിടണ്ട, അതിന്റെ ഡ്രൈവർ വിട്ടോളൂ. വധശ്രമം അത് ചെയ്ത ഞാനാ, എന്റെ വണ്ടിയല്ല, അതിലെ പണിക്കാരുമല്ല. എവിടെ ഒപ്പിടേണ്ടത് പറഞ്ഞോളി. ഞാനേട്ടാ വണ്ടി ഇറക്കി. പോയത് പോയി, അടുത്ത ട്രിപ്പെങ്കിലും നേരത്തിന് പഠിക്കാൻ നോക്ക്. എന്ത് ചെയ്യാനാ, എല്ലാവർക്കും കുതിര കയറാൻ നമ്മൾ വരെ വണ്ടിപ്പണിക്കാരുണ്ട് റോട്ടുമല്ല. നിനക്കറിയാലോ, നിങ്ങളുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാ ഞങ്ങൾ പോലീസുകാരുടെ കാര്യവും. 4 എണ്ണം നാറിയതുണ്ടാവും. ആ 4 എണ്ണത്തിന്റെ പട്ടികയിൽ പിന്നെ എല്ലാരെയും നാട്ടുകാർ കാണും. മോളിന്ന് നല്ല പ്രഷർ ഉണ്ടായിരുന്നു, നിന്നെ ഒരു ദിവസമെങ്കിലും മെനക്കെടുത്തണമെന്ന്. ഇന്റെ നാവാണ്, പറയുമ്പോ പറയണതേ ഉള്ളൂ, മനസ്സിലൊന്നും ഉണ്ടായിട്ടല്ല. എന്തെങ്കിലും പറഞ്ഞു പറ്റില്ലെങ്കിൽ മാപ്പാക്കണം. പിന്നെ സൂക്ഷിക്കണം, നിനക്ക് എമ്പാട് ശത്രുക്കളുണ്ട്. ആരാന്റെ മനസ്സിൽ ശത്രുതയും അസൂയം വളരണയും നമ്മളെന്ത് ചെയ്യാനാ സാറേ? പടച്ചോ നമ്മളെ ശത്രു ആയിരുന്ന മതി. അതില്ലാണ്ടാക്കാനുള്ള പ്രാർത്ഥനയും ചെറിയൊരു മനോഗുണമൊക്കെ ഉണ്ടെന്ന് എന്റെ വിശ്വാസം. ബാക്കിയൊക്കെ മൂപ്പരല്ലേ? ഇറങ്ങിട്ട് വരാം നിന്റെ
ആക്രാന്തം. അതെ, മൈത്രിയുടെ ക്യാഷ് ബാഗ് നിറഞ്ഞുകൊണ്ട് എന്റെ കുടുംബം ജീവിക്കില്ല. അതിന് ഇതിലാള് കാരണം. എന്നാ നീ കേട്ട്. എന്നാ എവിടേക്കാ? ഇപ്പൊ പലപ്പോഴും കയറിക്കോ. 5 മിനിറ്റ് മുമ്പേ ഇത് പോയാലും 10 മിനിറ്റ് മുമ്പേ അവിടെ എത്തുന്ന ഇതാ. 10 മിനിറ്റ് നേരത്തെ എന്നിട്ട് തള്ളകൾക്ക് തിരുവാതിര കളിയൊന്നുമില്ലല്ലോ. എങ്കിൽ മനോഹരമായ ഗാനം കേട്ട് സുഖമായിട്ട് യാത്ര ചെയ്യാം. ശിവപുരം 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 കുളപ്പള്ളി തിരുവാനൂർ ഒങ്ങല്ലൂർ മേലാപ്പട്ടാമ്പി പട്ടാമ്പി ആമയൂർ തൃത്താല കൊപ്പം ചെറുകര പെരുന്തൽമണ്ണ കുഞ്ഞാക്ക അന്വേഷിച്ചെന്ന് പറഞ്ഞു. ആ സത്യ ടാക്സ് അടക്കാൻ നേരായി. RTO ഓഫീസിൽ പോയി തൊള്ളയും തുറന്ന് കുത്തിരിക്കാൻ നേരല്ലിടും. അതിനല്ലേ കുഞ്ഞാക്ക എന്നെ പോലുള്ള RTO ബ്രോക്കർമാര്. കാശും കള്ളാസൊക്കെ നമ്മൾ റെഡിമെയ്ഡ് വീടിൽ ഏജന്റിന്റെ അടുത്തുണ്ട്. അവിടെ ചെന്നാ മതി. ഇന്നെ കൊണ്ട് അടച്ചിട്ടാ. ആയിക്കോട്ടെ. പുറപ്പെടാനായിട്ടാ എടക്കുരുളെത്തി. ഇതെങ്ങനെ ഇത്ര കൃത്യമായിട്ട് എത്തുന്നത്? ഒരു ദിവസം 1 മിനിറ്റ് പോലും തെറ്റുന്നില്ലല്ലോ ടീച്ചറെ. ഞങ്ങള് രണ്ടാളും ഈ ബസ്സിൽ യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ട് കാലം കുറെ ആയില്ലേ. ഇനി കഷ്ടിച്ച 1 കൊല്ലം കൂടെ ഉള്ളൂ എന്റെ പഠിപ്പിക്കില്ലേ. അത് കഴിഞ്ഞാ പിന്നെ ഈ യാത്ര അവസാനിച്ചു. റെസ്റ്റ് എടുക്കാനാണ് സർക്കാർ പെൻഷൻ പറ്റുന്ന പരിപാടി ഏർപ്പാടാക്കിയത്. എന്നിട്ട് മാഷക്കാണ് ഒരു റെസ്റ്റും ഇല്ല. ടീച്ചറായിട്ട് ഒരുമിച്ച് ഇങ്ങനെ നടക്കന്നെ. വെറുതെ അല്ല നാട്ടുകാർ അതിനൊരു യോഗം വേണം വാസുട്ടിയെ. കേറ് മാഷ കേറ്. ശരിയാ, എന്റെ യോഗ മഹായോഗം. ശിവപുരം 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 ശിവപുരം. അല്ല, എന്നും ഇങ്ങനെ ചിരിയും കളിയൊക്കെ ആയിട്ട് നടന്നാ മതിയോ? പെണ്ണൊന്ന് കെട്ടണ്ടേ സക്കീറെ? അതിന് മാഷ് കൊത്തു കിട്ടിയ ഒന്നിനെ പടച്ചോ ഞമ്മക്കും തരണ്ടേ ടീച്ചറെ. കിട്ടണോ? അപ്പൊ ഇതുങ്ങൾ തപ്പി പിടിച്ചതാ. അല്ല നാരായണ പുറപ്പെടല്ലേ? ഗുരുവായൂരപ്പ.